ഡെയിൽ ടി വി ഇന്ന് എത്തിയിരിക്കുന്നത് റാന്നിക്കടുത്ത്. സ്ഥലത്തിന്റെ പേരൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് പറയാൻ. ചേച്ചി തന്നെ പറയും. ഇവിടെ നമ്മളെ കൂടെ ഇരിക്കുന്ന സഹോദരിയുടെ പുരയിടമായിട്ട് ബന്ധപ്പെട്ട് അയൽ അയൽ അയൽക്കാരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹത്തിൽപ്പെട്ടത് തന്നെയാണ്. അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു കുടുംബം കുറച്ച് നാളുകളായി അവർക്ക് ഒരു ശല്യമെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ബന്ധുക്കളാണ്, സ്വന്തം സമൂഹമാണ്. അവർക്കെതിരെ ഒരു തർക്കത്തിനോ ഒരു വഴക്കോ അങ്ങനെയുള്ള ഒന്നും ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരി വരുന്നത്. കാരണം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. പുരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഭൂമിയുടെ പേരിലുള്ള തർക്കം വരുമ്പോഴാണല്ലോ കൂടുതൽ വികാരത്തില് മനുഷ്യൻ തമ്മിൽ ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാനേ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ ചേച്ചി തന്നെ പറയും. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, BSPയുടെ അത്യാവശ്യം നല്ലൊരു പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുൻധാരണയോടെ, ഒരു ദീർഘവീക്ഷണത്തോടെ ഇതിനെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇതിനെ അധികാരപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അവർക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ആരെങ്കിലും ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ വ്യക്തിഗത നടത്തുക അങ്ങനൊന്നും തന്നെ ഇല്ല. ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചേച്ചിയെ ഒന്ന് നേരിട്ട് പരിചയപ്പെടുത്തും. ചേച്ചി ഒന്ന് പേരൊന്ന് പറയാം. എന്റെ പേര് സുജാത KB എന്നാ. സുജാത KB, പെരുമ്പട്ടിയാണ് എന്റെ സ്ഥലം. പത്തനംതിട്ട ജില്ലയിൽ കൊറ്റനാട് പഞ്ചായത്തിലാണ് പെരുമ്പട്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണ്? ഇവിടുത്തെ വാർഡ് മെമ്പർ സജിത എന്ന് പറയും. സജിത മുസ്ലിം ലീഗ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച്. അപ്പൊ അവർക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഈ പുരയുടെ നിങ്ങളുടെ പേരിലായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 2008 ഞാൻ പ്രമാണം ചെയ്തത്. പിന്നെ എനിക്ക് എന്റെ ഇത് പേര് കൂട്ടി കരമടച്ച് തന്നിട്ടില്ല, അതാണ് പ്രധാന വിഷയം. അപ്പൊ അതുപോലെ ഈ നിലവിൽ ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വസ്തുവിലേക്ക് അനാവശ്യമായിട്ട് പൈപ്പ് ലൈൻ എടുത്തു, കറണ്ട് ലൈൻ പിടിക്കുന്നു, നിങ്ങളുടെ അനുവാദമില്ലാതെ. സ്വന്തം സമൂഹമാണെന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുന്നതിനനുസരിച്ച് ഇവര് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. നമുക്ക് നേരിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ എടുത്ത് സംസാരിക്കാനോ തർക്കത്തിനോ ഒന്നും വയ്യ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ വിഷയം പരിഹരിക്കണമെന്ന്? അത് ഇപ്പം 2009 തൊട്ട് കോടതി കേസ് നടന്നതാണ്. അത് രണ്ട് കേസ് എനിക്ക് അനുകൂലമായി വിധിയായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത് അവര് വേറെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു എക്സ്പാർട്ട് വിധി വന്നിട്ടുണ്ട്. ഞാൻ പോകാതെ എക്സ്പാർട്ട് വിധിയായിട്ട് അത് അവര് വഴി നടത്തിയെടുത്തതാണ്. അതിനുശേഷം വഴിക്കകത്ത് പിന്നെയും പല പല പ്രശ്നങ്ങളാണ്, വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാനുള്ള അവകാശം ഉള്ളപ്പോഴാണ് പിന്നെ ഇപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് ഇതിന് പൈപ്പ് ലൈൻ എടുത്തിട്ട് അപ്പൊ ഞാനത് തടഞ്ഞു. ഇത് ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് കറണ്ട് ലൈനാണ്. കറണ്ട് ലൈൻ പിടിക്കുന്ന വീടിന്റെ മുറ്റത്തൂടെ തന്നെയാണ്. അതായത് നമ്മൾ വീടിന്റെ പടി ഇറങ്ങുന്നത് ഈ വസ്തുവിന്റെ, അതായത് തൊട്ട് അയൽവക്കത്ത് ആൾക്കാരുടെ വീട്ടിലേക്കുള്ള കറണ്ട് ലൈൻ പിടിച്ചിരിക്കുന്നത് ഇവരുടെ വീടിന്റെ മുൻവശത്തൂടെ തന്നെയാണ്. സത്യത്തില് ഇവിടുത്തെ KSEBയുടെ ഉദ്യോഗസ്ഥരുടെ ഈ ഒരു അനാസ്ഥ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്ന വ്യക്തിയാണ്. ഞാൻ എന്റെ കൊല്ലം ജില്ലയിൽ പോലും കാണാത്തൊരു പ്രതിഭാസമാണിത്. വീടിന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഇപ്പൊ മഴക്കാലമാണ്, അതിന്റെ ആയിട്ടുള്ള അപകട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഫുള്ള് വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ ആ ലൈൻ പിടിച്ചിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാം. ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുകയും അത് കണ്ണടയ്ക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെടുമ്പോൾ ഇവർ കണ്ണടയ്ക്കുകയാണ്. കാരണം ദലിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ. ഇവർക്ക് എന്തെങ്കിലും ഈ കറണ്ട് വൈദ്യുതിയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അപകടം സംഭവിച്ച് മരണപ്പെട്ടല്ലോ, എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തു, ഇതൊക്കെ തന്നെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത്രയും അപകടമായിട്ടുള്ള രീതിയിൽ ഈ കറണ്ട് പിടിക്കുക മാത്രമല്ല, ഈ തൊട്ടടുത്തായിട്ട് ഇവരുടെ പുരയിടത്തിൽ കൂടെ തന്നെ പൈപ്പ് ലൈന് വേണ്ടിയും ഈ ഒരു രീതിയിൽ കുഴിയെടുത്ത് പൈപ്പ് ലൈൻ ഇട്ട് അവരില്ലാത്ത സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് എന്നാണ് നടക്കുന്നത്? അത് ഇപ്പൊ 2 ആഴ്ച കൂടുതലായി. അത് ഞാൻ ഇല്ലാത്ത സമയത്ത് പൈപ്പ് ലൈൻ എടുത്ത്. പിന്നെ ആദ്യം ജലജീവന്റെ വന്നായിരുന്നു, അപ്പൊ ഞാൻ തടഞ്ഞു, അവരിട്ടില്ല. അത് കഴിഞ്ഞ് പഞ്ചായത്തിന്റെ വന്നപ്പോഴും അതും ഞാൻ തടഞ്ഞു, അന്ന് വിട്ടില്ല. പിന്നെ ഇപ്പൊ പുതിയ ഭരണസമിതി കയറി കഴിഞ്ഞപ്പം അവരെ സ്വാധീനിച്ചാണ് ഇപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ
വില്ലേജിൽ റീസർവേ പ്രകാരം നിങ്ങളുടെ ഈ വസ്തു പുറമ്പോക്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തടയാൻ യാതൊരു അധികാരവും ഇല്ലെന്നാണ് പഞ്ചായത്തിന്റെ സെക്രട്ടറി എനിക്ക് കത്ത് തന്നിരിക്കുന്നത്. പക്ഷെ അത്രയ്ക്കും വലിയ കത്ത് തരണമെന്നുണ്ടെങ്കിൽ കോടതി വിധി ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കോടതി ഇതിനൊരു ഉത്തരവ് കൊടുത്തതാണ്. അല്ല, ഇവരിവിടെ പലതവണ ഇവർ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചായത്തുകാര്. എങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പോലും ഒരു മൈൻഡ് ഇല്ലാതെയാണ് വന്നിട്ട് പോകുന്നത്. പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. ഇത് പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ. പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ, പിന്നെ വാർഡ് 14 വാർഡ്, പഞ്ചായത്ത് കൊറ്റനാട്. റാന്നി കൊറ്റനാട്ടില് 11 വാർഡിലാണ് നമ്മൾ, 14 വാർഡില്. അപ്പൊ ഇവിടുത്തെ പിന്നെ മെമ്പർ ആയിട്ടുള്ള വാർഡ് മെമ്പർ സജിത. നിങ്ങൾ ദയവ് ചെയ്ത് ഇവരുടെ വിഷയങ്ങളിൽ ഇടപെടണം. ഇതിന് ഭാവിയിൽ ഇനി എന്തെങ്കിലും രീതിയിൽ തർക്കങ്ങളിലേക്ക് പോയി നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദികൾ ഈ പഞ്ചായത്ത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കോടതി നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്നതുപോലെയാണ്. അതെ. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. കംപ്ലീറ്റ് ഈ ആൾക്ക് പൊതുവഴി അപ്പുറത്തൂടെ ഉള്ളത്, അവന്റെ വസ്തുവിൽ കൂടെ തന്നെ പൊതുവഴി ഉള്ളതാണ്. അത് അടച്ചു വെച്ചിരിക്കുക, പകുതി വഴിക്കുണ്ട്. അത് അടച്ചു വെച്ചിട്ടാണ് എന്റെ ഇതിന് പറമ്പിൽ കൂടെ തന്നെ വേണോന്ന് പറഞ്ഞിട്ട്, അത് തന്നെയല്ലേ ഞങ്ങൾക്ക് ജീവന് തന്നെ ഭീഷണിയാണ്. അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോ സ്വാഭാവികമായിട്ട് ഒരു വീടിന് വസ്തുവിന് വഴി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് ആരുടെ തെറ്റ്, മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പുരയിടത്തിന്റെ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സഹിക്കാന്ന് വിചാരിക്കാം. ഇവർക്ക് മറ്റൊരു വഴി ഉണ്ട് എന്നുള്ളത് വേറൊരു അത്ഭുതം തന്നെയാണ്. അത് കോടതിയിൽ ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതാണ്. കോടതി ചോദിച്ചപ്പോ അതിനെ കുറിച്ച് പറഞ്ഞു ചേച്ചി. അപ്പൊ കോടതിയിൽ അന്ന് പിന്നെ വാദം നടന്നപ്പം ഈ അമ്മിണി കുഞ്ഞികൃഷ്ണനോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ, പൊതുവഴി ഉണ്ടോ എന്ന് വക്കീല് ചോദിച്ചാൽ പറഞ്ഞു പൊതുവഴി ഉണ്ടായിരുന്നു, അത് അടഞ്ഞു കിടക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് മുട്ടത്തർക്കം പറഞ്ഞത്. വേറെ എന്തെങ്കിലും പോകാൻ വഴി വേണം. അതെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സ്വന്തമായിട്ട് വഴിയുണ്ട്, അതിലൂടെ കറണ്ട് ലൈൻ വലിക്കാൻ വയ്യ, പൈപ്പ് ലൈൻ വലിക്കാൻ വയ്യ. തൊട്ടടുത്തുള്ള വയൽപക്കത്ത് ഇപ്പൊ നമ്മളെ സഹോദരി, ഇവർക്ക് പ്രായം നല്ല രീതി ഉണ്ട്. ഒരു പിന്നെ ഭർത്താവിനും അദ്ദേഹം വളരെ മുതിർന്ന പ്രായം ചെന്ന ഒരാളാണ്. അപ്പൊ പെൺമക്കളാണ് അല്ലേ? അല്ല, ഒരാണും അവരൊക്കെ ഇവിടെ പഠിക്കല്ല. ഒരാള് പഠിക്കുന്നു, ഒരാള് ഇപ്പം പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്നു. അത്ര മാത്രമേ. മറ്റുള്ള വലിയ ഒരു സാമ്പത്തിക ഭദ്രതയോ അങ്ങനൊന്നും ഇല്ലാത്തൊരു പാവം കുടുംബമാണ്. വലിയ രീതിയിലുള്ള ഒരു ആർഭാടമായിട്ടുള്ള ജീവിതങ്ങളോ കാര്യങ്ങളൊന്നും അല്ല. ഇവർക്ക് മനസ്സമാനായിട്ട് ഇവിടെ കഴിയണമെന്ന് മാത്രമാണ് അവർക്കുള്ള ഒരു ഉള്ളിലുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു കൊറ്റനാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള നീതി വാങ്ങി കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഭീം.